നമസ്കാരം. കുടിച്ചുകൂത്താടാൻ പിണറായിയുടെ ഉത്തരവ്. ബാറുകൊണ്ട് പൂരം തീർത്ത വിജയൻ സർക്കാർ. പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്തുണ്ടായിരുന്നത് 29 ബാറുകളാണ്. അടച്ച ബാറുകൾ തുറക്കുവാനും പുതിയ ലൈസൻസുകളും അത് അനുവദിച്ചപ്പോൾ ബാറുകളുടെ എണ്ണമാണെങ്കിലോ 884 ചെയ്തു. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുവാനുള്ള ഉത്തരവും ശരവേഗത്തിൽ ഇറക്കുവാൻ LDF സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ചരിത്രമാണ് കേട്ടോ വിജയന്റെ ചരിത്രം. ഇടക്കാലത്തിന് ശേഷം സംസ്ഥാനത്ത് ബാർ വിവാദം മുറുകുകയാണ്. UDF സർക്കാരിന്റെ കാലത്തുണ്ടായ ബാർ വിവാദങ്ങളാണ് ആ സർക്കാരിനെ വൻ വീഴ്ചയിലേക്ക് നയിച്ചത് എന്ന് 2016 ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആ തിരഞ്ഞെടുപ്പ് കാലം ഓർമ്മയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നാലെ LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ബാറല്ല സ്കൂളുകളാണ് തുറക്കുന്നത് എന്ന വാദമാണ് അവർ ഉയർത്തിയത്. എന്നാൽ അധികം വൈകാതെ സംസ്ഥാനത്തെ ബാറുകൾ തുറക്കുകയും മദ്യനയം ഉദാരമാക്കുകയുമാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത്. 9.5 വർഷം മുൻപ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ സംസ്ഥാനത്തുണ്ടായിരുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 29 ബാറുകളാണ് എങ്കിൽ ഇപ്പോൾ അത് 884 ഉയർന്നിട്ടുണ്ട്. 1000 ബാറുകൾ കൊടുക്കുക എന്നതായിരിക്കാം ചിലപ്പോൾ പിണറായി വിജയന്റെ ഉദ്ദേശം. ഏറ്റവും ഒടുവിലായി സർക്കാർ ബാർ മുതലാളിമാരുടെ ദീർഘകാല ആവശ്യങ്ങളും അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. മാനദണ്ഡങ്ങൾ പാലിച്ച് അപേക്ഷിക്കുന്നവർക്കെല്ലാം ബാർ അനുവദിക്കണമെന്നതാണ് സർക്കാർ നിലപാട്. ചിലപ്പോൾ ഇവിടെ പെട്ടിക്കട പോലെ ബാറുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പുതിയ സ്ഥിതിവിശേഷം. മൂന്നാമതൊരിക്കൽ കൂടി ഭരിക്കാൻ നമ്മുടെ പിണറായി വിജയൻ സർക്കാരിന് അധികാരം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിരിക്കുന്ന റേഷൻ കടകൾ വഴി വരും ചിലപ്പോൾ ഇതുപോലെ ബിവറേജ് കോർപ്പറേഷൻ പോലെ വെള്ളം കിട്ടുന്ന ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കിയെടുത്തേക്കാം. മാത്രമല്ല ബാറുകൾ എന്ന് പറയപ്പെടുന്നത് പെട്ടിക്കടകൾക്ക് തുല്യമാകുന്ന ഒരു അവസ്ഥയിലേക്കും കൊണ്ടെത്തിച്ചേക്കാം. എന്നാൽ ഈ ബിവറേജ് സ്റ്റോപ്പുകളുടെ എണ്ണത്തിൽ ഈ നിരക്കുള്ള ഒരു വർധന ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം അധികാരമേൽക്കുമ്പോൾ ഏകദേശം 309 ബിവറേജ് സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 336 എന്നുള്ളതേ ഉള്ളൂ. കള്ളുഷാപ്പുകളുടെ എണ്ണം 5177 നിന്ന് 5171 കുറയുകയാണ് ചെയ്തത്. 6 എണ്ണം കുറച്ചു. ബിവറേജ് ഔട്ട്ലെറ്റുകൾ ആകെ 27 എണ്ണം മാത്രമാണ് കൂട്ടിയത്. പക്ഷേ എന്തുകൊണ്ട് ബാറുകളുടെ എണ്ണം വർദ്ധിച്ചു? അപ്പോൾ ബാറിന്റെ മുതലാളിമാരെ സംരക്ഷിക്കുക. അപ്പോൾ അബ്കാരി ഷോപ്പുകൾ തുടങ്ങുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണമെന്ന നിബന്ധന പിണറായി സർക്കാർ 2017 എടുത്തു കളഞ്ഞിരുന്നു. പ്രതിഷേധമുയർന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾ അനുമതി നിഷേധിക്കുന്ന രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇതിനെതിരെ സുപ്രീം കോടതി വരെ പോയി അനുകൂല തീരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ ഒരു ഉത്തരവുണ്ടാക്കിയെടുക്കുവാൻ കേരള സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കേരള പഞ്ചായത്ത് ആക്ട് ഭേദഗതി ചെയ്യുകയും ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പുതിയ മദ്യനയത്തെ തുടർന്നാണ് ഭൂരിഭാഗം ബാറുകളും പൂട്ടുകയും പഞ്ചനക്ഷത്ര റാങ്കിംഗ് ഉള്ള ബാർ ഹോട്ടലുകൾക്ക് മാത്രമായി ലൈസൻസ് പരിമിതപ്പെടുത്തുകയും ചെയ്തത്. പക്ഷെ അത് അങ്ങനെ ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ വിവരം അറിഞ്ഞു എന്നുള്ളതാണ്. വെള്ളം കുടിക്കണമെങ്കിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കയറേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ളവർ അല്ലെങ്കിൽ കുടികാര പാവികൾ വോട്ട് ചെയ്യാതെ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കി. പിന്നാലെ അന്നത്തെ ധനമന്ത്രി KM മാണിക്കെതിരെ ബാർ കോഴ ആരോപണമായിട്ട് ബാർ ഉടമകൾ രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ്. ബാറുകൾ തുറക്കാൻ കോഴ വാങ്ങിയെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന ആരോപണം. വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ മാണിക്ക് രാജിവെക്കേണ്ടി വന്നു. എന്നാൽ മാണിയുടെ മകൻ കേരള കോൺഗ്രസിന്റെ അമരക്കാരനായപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന എവിടാന്നറിയാവോ? ഇടതുമുന്നണിയിൽ ചേരുകയാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ബാർ വിഷയം വീണ്ടും കത്തിക്കാളുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുവാനുള്ള ഉത്തരവിറങ്ങിയത് ശരവേഗത്തിലായിരുന്നു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ അപേക്ഷ എക്സൈസ് മന്ത്രി MP രാജേഷ് മുഖ്യമന്ത്രിക്ക് കൈമാറി 49.5 മണിക്കൂർ പൂർത്തിയാകുമ്പോഴേക്കും അനുമതി റെഡി. എല്ലാം പ്രതിപക്ഷം കൂടി അറിഞ്ഞാണ് എന്ന മന്ത്രി MP രാജേഷിന്റെ പ്രസ്താവന കൂടി വന്നതോടെ ബാറിന്റെ സമയം നീട്ടൽ രാഷ്ട്രീയ പോരിനാണ് വഴി തുറന്നത് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ഡീൽ എന്നാരോപിച്ച് ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്തി. എന്നാൽ അത്തരമൊരു ആരോപണം കേട്ടതായി പോലും മന്ത്രി നടിച്ചിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ബാറുകളുടെ സമയവും ഫീസ് നിരക്കും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തെ നിശബ്ദനാക്കാനായിരുന്നു മന്ത്രി MP രാജേഷിന്റെ ശ്രമം. ബാർ സമയം നീട്ടിയതല്ല ഏകീകരിച്ചതാണ് എന്ന വിചിത്ര ന്യായവും ഉന്നയിച്ചു മന്ത്രി. മദ്യനയത്തിൽ വെള്ളം ചേർത്ത് ബാറുകൾക്ക് വാരിക്കോരി ഇളവ് നൽകുവാനുള്ള നീക്കം നേരത്തെ പുറത്തായതായിരുന്നു. ഈ ഘട്ടത്തിൽ കടുത്ത പ്രതിരോധം പ്രതിപക്ഷം നടത്തിയിരുന്നു. എന്നാൽ ഡ്രൈ ഡേ പിൻവലിക്കുന്നത് ഒഴികെ ബാക്കി എല്ലാം ഏറെക്കുറെ അനുവദിക്കപ്പെട്ടു.
ഏറ്റവും ഒടുവിൽ ബാർ സമയം നീട്ടിയിട്ടും പ്രതിപക്ഷ നിരയിൽ നിന്ന് പഴയ പോരാട്ട വീര്യമൊന്നും ഉണ്ടായിട്ടതേ ഇല്ല ഇതുവരെയും. ജനുവരി 29-നാണ് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ദിവസം ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടുവാനുള്ള അപേക്ഷ മന്ത്രി എം പി രാജേഷിന്റെ പരിഗണനയിലെത്തിയത്. ഉച്ചകഴിഞ്ഞ് 3:43 ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. ജനുവരി 31 പ്രവർത്തന സമയം നീട്ടാനുള്ള അനുമതി മുഖ്യമന്ത്രി നൽകുന്നു. ഫെബ്രുവരി 17 സമയം നീട്ടി ഉത്തരവിറങ്ങുന്നു. എത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു എന്ന് ആലോചിച്ചു നോക്കൂ. സാധാരണക്കാരന്റെ എന്തെങ്കിലും ഒരു വിഷയം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടാൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതും സർക്കാർ ഉത്തരവിറക്കിയതിനുമിടയിലുള്ള 17 ദിവസം കൊണ്ട് പ്രതിപക്ഷത്തെ കൂടി ഡീൽ ചെയ്യുവാനുള്ള ശ്രമം ബാർ ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് സൂചന. ഇതാണ് പ്രതിപക്ഷത്തിന് എല്ലാം അറിയാമായിരുന്നു എന്ന മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകളിലെ പൊതിഞ്ഞു പിടിച്ച രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത്. ബാർ ഉടമകൾ ഈ ആവശ്യവുമായി കാണാൻ വന്നിരുന്നുവെന്നും ഇത്തരമൊരു നീക്കം നടക്കുന്നതായി അറിഞ്ഞിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ ചർച്ച നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രിസഭയെയും മുന്നണിയെയും അറിയിക്കാതെ ബാർ സമയം നീട്ടിയ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി നേരിട്ടായിരുന്നു. ബാർ മുതലാളിമാർക്കായിട്ട് ഫയൽ നീങ്ങിയത് അതിവേഗത്തിലായിരുന്നു, അതല്ല അല്ലെങ്കിൽ ശരവേഗത്തിലായിരുന്നു. പുതിയ മദ്യനയത്തിന് കാത്തു നിൽക്കാതെ തീരുമാനമെടുത്തു. മിന്നൽ വേഗത്തിലുള്ള തീരുമാനം, ഡീലാണെന്ന് സംശയം ഉളവാക്കുന്ന തരത്തിലുള്ള തീരുമാനം. ചളുക്ക് ബ്രാൻഡിക്കായല്ല സഞ്ചാരികൾ വരുന്നത് എന്ന് വിമർശിച്ചുകൊണ്ട് ക്രൈസ്തവ സഭകൾ അടക്കം മുന്നോട്ട് വന്നു. സംസ്ഥാനത്തെ ബാർ പ്രവൃത്തി സമയം വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനം വലിയ വിവാദത്തിലേക്ക് എത്തി. പുതിയ മദ്യനയം പുറത്തു വരുന്നതിന് മുന്നോടിയായിട്ട് നടന്ന ഈ നീക്കത്തിന് പിന്നിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചന എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ മദ്യ മുതലാളിമാരുടെ താല്പര്യത്തിനായിട്ട് അതിവേഗം ഫയൽ നീക്കം നടന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ വിഷയം മന്ത്രിസഭയിലും മുന്നണി യോഗത്തിലും ചർച്ചയാക്കാതെയാണ് തീരുമാനമെടുത്തത് എന്നുള്ളതാണ്. അപ്പൊ മുഖ്യമന്ത്രിക്ക് എന്തുമാകാം, എന്ത് തീരുമാനവും അദ്ദേഹത്തിന് ഒറ്റയ്ക്കെടുക്കാം, ഏകപക്ഷീയമായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകാം. ഇങ്ങനെ കൂട്ടുത്തരവാദിത്തമുള്ള ഒരു മന്ത്രിസഭയിൽ എങ്ങനെയാണ് ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് ഈ നിർണായക തീരുമാനം എടുത്തത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പുതിയ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തിരക്കിട്ട് ഇത്തരമൊരു മദ്യം അല്ലെങ്കിൽ ഇത്തരമൊരു മദ്യനയത്തിൽ ഒരു മാറ്റം വരുത്തിയത് മുന്നണികൾക്കുള്ളിൽ അടക്കം വലിയ അസംതൃപ്തിക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? രാത്രി വൈകിയും മദ്യം ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് പക്ഷേ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ബാറുകളുടെ സമയം കൂട്ടുവാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ KCBC-യും ഓർത്തഡോക്സ് സഭയും ഒക്കെ രംഗത്ത് വന്നു. മിന്നൽ വേഗത്തിലുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഡീലാണ് എന്ന് സംശയിക്കുന്നതായിട്ട് നയം മാറ്റം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KCBC-യും പറഞ്ഞു. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നുവെന്നും സംസ്ഥാനത്തെ സർക്കാർ ബാർ മുതലാളിമാർക്കൊപ്പമാണെന്നുമായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ വിമർശനം. സർക്കാരിനെതിരെ സഭാ നേതൃത്വം രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടും സംസ്ഥാനത്തെ ടൂറിസം ശക്തിപ്പെടുത്താനാണ് ബാറുകളിലെ സമയം കൂട്ടുന്നത് എന്നാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം വന്നത്. ടൂറിസ്റ്റുകൾ കേരളത്തിൽ വരുന്നത് മദ്യം കുടിക്കാനല്ല, പ്രകൃതി ഭംഗി കാണാനാണ്, അല്ലെങ്കിൽ അത് ആസ്വദിക്കാനാണ് എന്ന് KCBC പ്രസ്താവനയിൽ പറയുമ്പോഴും മദ്യം ലഭ്യത കുറയ്ക്കാനോ സർക്കാർ ശ്രമിക്കേണ്ടത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനെതിരെ 8-ാം തീയതി സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധത്തിന് KCBC തയ്യാറെടുക്കുകയാണ്. പള്ളികളിൽ സർക്കുലർ വായിക്കാൻ പോകുന്നു. സർക്കാരിന്റെ നടപടി സംശയത്തോടുകൂടി കാണേണ്ടതാണ് എന്ന് KCBC പറയുന്നു. സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ കൂടി രംഗത്തെത്തിയതോടുകൂടി രംഗം മാറുകയാണ്, കുറച്ചുകൂടി വഷളാകുന്നു എന്നർത്ഥം. ഒരു തലമുറയെ പൂർണ്ണമായി നശിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ മദ്യനയം. യുവതലമുറ ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നതാണോ സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. 24 മണിക്കൂറും മദ്യം ലഭ്യമാക്കുന്നത് വളരെ ആശങ്കയോടുകൂടി മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. 1000-ഓളം വരുന്ന ബാർ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഒരു തലമുറയെ വിറ്റുതുലയ്ക്കുന്നത് വലിയ അപജയമാണ്. അമ്മമാരുടെ കണ്ണീരിനേക്കാൾ വലുതാണോ ബാർ മുതലാളിമാരുടെ ആവശ്യമെന്ന് സർക്കാർ ചിന്തിക്കേണ്ടതല്ലേ? ഇങ്ങനെ വിറ്റിട്ട് വേണോ ഖജനാവ് ഉയർപ്പിക്കാനെന്ന് കൂടി ചിന്തിക്കണം സർക്കാർ എന്ന് ഓർത്തഡോക്സ് സഭ കൂടി പറയുന്നു. അതേസമയം ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂട്ടിയത് മുന്നണി യോഗത്തിലോ മന്ത്രിസഭാ യോഗത്തിലോ അറിയാതെയാണ് എന്നുള്ളതാണ് സൂചന, അല്ലെങ്കിൽ അവരെ അറിയിക്കാതെയാണ് എന്നുള്ളതാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് ബാറുടമകളുടെ ദീർഘകാല ആവശ്യം സർക്കാർ സാധിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കൂടിയാലോചനകളില്ലാത്ത തീരുമാനമെടുത്തതിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നതിൽ തന്നെ ഇടതുമുന്നണിയിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. 2025 സെപ്റ്റംബറിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ നൽകിയ അപേക്ഷയാണ് മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ അംഗീകരിച്ച് നികുതി വകുപ്പ് വിജ്ഞാപനമിറക്കിയത്. ഡ്രൈഡേകളിൽ 50,000 രൂപ പ്രത്യേക ഫീസ് ഈടാക്കി മദ്യം വിളമ്പാൻ ബാറുകൾക്ക് കഴിഞ്ഞ മദ്യനയത്തിൽ സർക്കാർ അനുമതി നൽകിയിരുന്നു. അടുത്ത മദ്യനയം ഇറക്കേണ്ടത് പുതിയ സർക്കാരാണ് എന്നിരിക്കെയാണ് നയത്തിന് മുൻപേ തന്നെ ബാറുകൾക്ക് സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതെന്തിനാണ് എന്ന് ഇവിടുത്തെ സാധാരണക്കാരന് മനസ്സിലാവും, നെല്ലരി ഉണ്ണുന്നവനും മനസ്സിലാവും. പിണറായി നടത്തുന്ന ഈ പേക്കൂത്തുകളൊന്നും ആർക്കും അറിയില്ല എന്ന് കരുതരുത്.
കുടിച്ചു കൂത്താടാൻ വേണ്ടിയിട്ട് പിണറായിയുടെ ഉത്തരവ് വരുമ്പോൾ ഇവിടുത്തെ ഒരു യുവതലമുറ ഇല്ലാതാകുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല. ബാറ് കൊണ്ട് പൂരം തീർത്ത് വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് യുവതലമുറയെ ഇല്ലാതാക്കാനാണോ അല്ലെങ്കിൽ കൊന്നു കൊലവിളിക്കാനാണോ എന്നൊരു സംശയം മാത്രം ബാക്കിയാകുന്നു.